ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 100-ാമത്തെ ദിവസം. ശ്രീമദ് നാരായണീയം 10-ാമത്തെ ദശകത്തിൽ 2-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ദശകം എന്നാണ് പറയുന്നത്, 10 ശ്ലോകങ്ങൾ അടങ്ങിയ ദശകം. എന്നാൽ ഇതിനു മുമ്പ് 4-ാമത്തെ ദശകത്തിൽ 15 ശ്ലോകങ്ങളും പിന്നീട് 8-ാമത്തെ ദശകത്തിൽ 13 ശ്ലോകങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ആ 98 ശ്ലോകങ്ങൾക്ക് ശേഷം ഇപ്പോൾ 10-ാമത്തെ ദശകത്തിൽ 2-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മളുടെ ഈ അക്ഷരസപര്യ 100-ാമത്തെ ദിവസത്തിലേക്ക് എത്തുന്നത്. ആ 2-ാമത്തെ ശ്ലോകം ഇപ്പോൾ ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ അർത്ഥം തുടർന്ന് വീണ്ടും ശ്ലോകം ചൊല്ലി ഭാഷാഗാനം പാടി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. 100 ദശകങ്ങളുള്ള ശ്രീമന്നാരായണീയത്തിലെ 100-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഈ 100-ാമത്തെ ദിവസം നമ്മൾ ചൊല്ലി സമർപ്പിക്കുന്നത്. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനധൂനസ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. സാ മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിം സൃഷ്ട്വാ
ഉദ്ദാമതാമസ പദാർത്ഥ വിധാനദൂന വിശുദ്ധ്യൈ ത്വദീയ ചരണസ്മരണം തേനേ. ആ ബ്രഹ്മാവ് സാ മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി, തെറ്റിദ്ധരിക്കൽ, അതാണ് മിഥ്യ. പിന്നെ അഹംബുദ്ധി, രാഗം, കോപം, ഭയം, ഇങ്ങനെ 5 വിധത്തിൽ അജ്ഞാന കാര്യങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള ബോധം, അതാണ് മിഥ്യ എന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കൽ. ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിയും സൃഷ്ടുക, ഇങ്ങനെ 5 വിധത്തിൽ അജ്ഞാന കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂന, അത്യധികം തമോ ഗുണമുള്ള ഇവയുടെ സൃഷ്ടി കൊണ്ട് വിധാനദൂന പശ്ചാത്തപിക്കുന്നവനായി വിശുദ്ധ്യൈ അജ്ഞാനം നീങ്ങി ശുദ്ധി കൈവരാനായിട്ട് ത്വദീയ ചരണസ്മരണം തേനെ, അവിടുത്തെ പാദാരവിന്ദങ്ങളെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു എന്ന് പറയുന്നു. അജ്ഞാനം, ആത്മസ്വരൂപം തിരിച്ചറിയാതിരിക്കുക, അഹംഭാവം, ദേഹമാണ് ആത്മാവെന്ന ധാരണ, രാഗം, കോപം, ഭയം, ഈ 5 എണ്ണമാണ് തമോ ഗുണകാര്യമായിരിക്കുന്ന അവിദ്യ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് സംസാരബന്ധം ഉണ്ടാവുന്നത്. യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാതിരിക്കുക, ദേഹമാണ് ആത്മാവെന്ന് തെറ്റിദ്ധരിക്കുക, രാഗം, കോപം, ഭയം, ഇതിൻ്റെ സൃഷ്ടി ബ്രഹ്മാവ് നടത്തി. പക്ഷെ ബ്രഹ്മാവിന് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് തോന്നലുണ്ടായി. ആ തെറ്റ് തിരുത്താനായിട്ട് അതിൻ്റെ ആ പശ്ചാത്താപത്തിൽ നിന്നും പ്രായശ്ചിത്തം എന്നുള്ള രീതിയിൽ ഭഗവാന്റെ പാദയുഗ്മങ്ങളെ അനുസ്മരിക്കണം. അപ്പോൾ ലൗകിക കാര്യങ്ങളിൽ മനുഷ്യൻ ചെയ്തു കഴിഞ്ഞ് പശ്ചാത്താപവിവശനാകും, ഇല്ലേ? അപ്പം അതിന് പ്രതിവിധിയായിട്ട് എന്താ? ഭഗവത് ഭജനം മാത്രമാണ് ഉപശാന്തി. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ധ്യാനിച്ചു. ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനസ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ. ഇനി ഇതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ആ ശ്രീഹരിയത്തെ പാടി സമർപ്പിക്കാം. നാരായണ വാസുദേവ നാഥ ഗുരുവായൂരപ്പ, നാരായണ വാസുദേവ ശ്രീവാതനാഥ. മായാബോധം അഹം ബുദ്ധി രാഗകോപഭയാദിയാം പഞ്ചവിധ അജ്ഞാനങ്ങൾ സൃഷ്ടിച്ച ശേഷം അജ്ഞാനത്തെ നീക്കി ശുദ്ധി വരുവതിനായിക്കൊണ്ടു അവിടുത്തെ തൃപ്പാദത്തിൽ ധ്യാനലീനനായി. നാരായണ വാസുദേവ നാഥ ഗുരുവായൂരപ്പ, നാരായണ വാസുദേവ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണനാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.